വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയതായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ അത്ര പറയത്തക്ക ആൾക്കാരൊന്നുമില്ല, ഒരു 22 പേരുണ്ടാവും പുതിയ ആൾക്കാർ, എൻ്റെ ഒരു കണക്ക് ശരിയാണെങ്കിൽ. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഷോർട്സ് കണ്ടിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നതെന്ന് എനിക്കറിയാം. ലോങ് വീഡിയോസ് ഇൻ കേസ് ഇഫ് യു ആർ വാച്ചിങ്, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ സ്ഥിരമായിട്ട് 6:45 കേട്ടോ അലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ ടൈമിൽ തന്നെ എണീക്കുകയും ചെയ്യും. ഷോർട്സ് ഇടുന്ന ദിവസവും രാവിലെ മോർണിംഗ് റുട്ടീൻ തന്നെ ഷോർട്സ് ആക്കുന്നത് കൊണ്ട് ഇപ്പോൾ എല്ലാ ദിവസവും 6:45 എണീക്കണം, എക്സ്ക്ലൂഡിങ് സാറ്റർഡേ ആൻഡ് സൺഡേ. പിള്ളേർക്കുള്ള പാൽ ഇതേ കാച്ചാനായിട്ട് ഗ്യാസിലേക്ക് വെച്ചു. ഗ്യാസൊക്കെ രാത്രി തന്നെ ഞാൻ തുടച്ചു വെച്ചിരുന്നു കേട്ടോ. അമ്മ രാവിലെ അമ്മയുടെ ഒരു കട്ടൻ ചായ അതിലങ്ങിടും. എണീറ്റ് വന്ന് കട്ടനും കുടിച്ചിട്ടാണ് അമ്മ ചൂലും എടുത്ത് മുറ്റത്ത് തൂക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അതുകൊണ്ട് കട്ടൻ വേണ്ട. അപ്പോൾ അമ്മ ഇങ്ങനെ കട്ടൻ ഇടാൻ വരുമ്പോഴത്തേക്ക് ഞാനിതിൻ്റെ മേളിലുള്ള ആ ബേണറിൻ്റെ അവിടെയുള്ള ആ റിങ്ങൊക്കെ എടുത്ത് മാറ്റിയിട്ടായിരിക്കും രാത്രി കിടക്കുന്നത്, മൊത്തം തുടച്ചിട്ടിട്ട്. അപ്പോൾ അമ്മ രാവിലെ ഈ കട്ടൻ ഇടുന്ന സമയത്താണ് ഇതെല്ലാം എടുത്ത് തിരിച്ചു വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടികൾ തുടങ്ങാം. രാവിലെ ബീഫ് കറിയാണ് കേട്ടോ വെക്കുന്നത്. നമ്മൾ ഞായറാഴ്ച 1 കിലോ ബീഫ് ലില്ലിയമ്മച്ചി മേടിച്ച് തന്നിരുന്നല്ലോ. ബിരിയാണിക്ക് ആയതുകൊണ്ട് തന്നെ അതൊന്ന് തീരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ബീഫ് ചെറിയുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വേവിക്കാനായിട്ട് ചെറിയുള്ളിയൊക്കെ ഞാൻ എടുത്ത് സെറ്റാക്കി വെച്ചു. ഇനി അതൊക്കെ ഇരുന്ന് പൊളിച്ചൊക്കെ എടുക്കണം. ഞാൻ ഇത് പറയണ്ടെന്ന് വിചാരിച്ചതാണ്, എന്നാലും എനിക്ക് ഈ ആരുടെടുത്തോ സംസാരിക്കുന്ന പോലെയാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ സംസാരിക്കാറുള്ളത്. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ളതെല്ലാം ഇങ്ങ് വെളിയിൽ പോരുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് ഒരു 12 മണിക്കാണ്, അതായത് തേഴ്സ്ഡേ നൈറ്റ് 12 o'clock എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് 9 മണി തൊട്ട് ഞാൻ ഈ വീട്ടിൽ ഫ്രീ ആയിരുന്നു. പിള്ളേരുടെ ബഹളമൊന്നും ഇല്ലാതെ ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ കുറേ നേരം അങ്ങനെ വെറുതെ ഇരുന്നു. അതിന് കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഉള്ള സെയിം കാരണം തന്നെ. ഞാൻ സ്റ്റുഡിയോ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് വലിയ വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു ദിവസമായിട്ടും, അതായത് 24 hours ആയിട്ടും അത് 1K ആയില്ല. എനിക്ക് അത്രയ്ക്കുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ, ഒരു 1K വ്യൂസ് ആവണം. ഈ 1K വ്യൂസ് ഒന്നും എനിക്ക് എത്ര കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചാൽ 0.13 തൊട്ട് $0.50 വരെ കിട്ടുന്നുള്ളൂ. $1 തികച്ചങ്ങനെ ഒരു വീഡിയോയ്ക്ക് എനിക്ക് കിട്ടാറില്ല. അപ്പോൾ അതെങ്കിലും അത് കാശിൻ്റെത് ഞാനത് ചുമ്മാ നിങ്ങളറിയാൻ വേണ്ടി പറഞ്ഞതാണ്, എമൗണ്ടിന് വേണ്ടിയിട്ടല്ല. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്രയും എൻ്റെ ടൈം, എൻ്റെ എഫേർട്ട്, അതിനൊന്നും എനിക്ക് ചില സമയത്ത് അങ്ങ് സങ്കടം വരും, മതി നിർത്താമെന്നൊക്കെ തോന്നും. അങ്ങനെ ഒരു മൊമെൻറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ ഇടുന്നത്. അല്പം പൊയറ്റിക്കായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ കേട്ട വേവ്സിൻ്റെ ഒച്ച പോലെ ഐ വാസ് ഹാവിങ് കപ്പിൾ ഓഫ് വേവ്സ്. തലമണ്ടയിൽ ഇങ്ങനെ വേവ് ഓഫ് തോട്ട്സ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കോഫി കുടിച്ചിട്ട് അലൻ്റെ CCGയിലേക്ക് ഇറങ്ങി. ഞാൻ കൊച്ചുള്ളിയും കോഫിയൊക്കെ എടുത്ത് വെളിയിൽ വന്നിരുന്നു, ഇവിടെ ഇരുന്ന് പൊളിക്കാമെന്ന് കരുതി. ആലൻ്റെ കസിൻ, നമ്മുടെ നോയയുടെ പപ്പ ആൽവിനും ഒരു ഫ്രണ്ടും കൂടെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഞാനത് ആരടുത്താണ് സംസാരിച്ചതെന്ന് എത്തി നോക്കുന്നതാണ്. അതിനിടയിൽ ഞാൻ വേറൊരു സൗണ്ട് കേട്ടു, കുറച്ച് തട്ടും മുട്ടുമൊക്കെ. അങ്ങനെ നോക്കിയപ്പോൾ കൊച്ചുവപ്പതേ അവിടെ എന്തോ പരിപാടിയിലൊക്കെ, അവിടെ ജനലിനും ആ മേലത്തെ വരാന്തയിൽ ആ കൈവരിക്കുമൊക്കെ എനിക്ക് തോന്നുന്നു പെയിൻ്റ് അടിക്കാനായിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അതൊക്കെ മറ്റേ സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച് ക്ലീൻ ചെയ്യുന്നു. കോഫി കഴിഞ്ഞപ്പോഴേക്ക് കൊച്ചുള്ളിയൊക്കെ പൊളിച്ചു കഴിഞ്ഞു, അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അരിഞ്ഞെടുക്കാം. ഈ ബീഫ് കറിയുടെ റെസിപ്പി ഞാൻ പല സൺഡേസിലും കാണിച്ചിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ദ സെയിം തിങ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. കമ്പയർ ചെയ്യുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് ഹാബിറ്റ്. പക്ഷേ ഡു നോട്ട് കമ്പയർ യുവർ സെൽഫ്, അത് ഞാൻ എടുത്തു പറയുന്നു. ചില ചാനൽസ് കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നും ഇതുപോലൊക്കെ തന്നെയല്ലേ ഞാനും ചെയ്യുന്നത്, അതായത് അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. പക്ഷേ എന്താണ് പ്രശ്നം? വൈ ആം ഐ നോട്ട് ഏബിൾ ടു ക്രാക്ക് ദ അൽഗോറിതം? എനിക്ക് മനസ്സിലാവുന്നില്ല മൊത്തത്തിൽ. ഈ പോസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള വേറൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഇൻസ്റ്റഗ്രാമിൽ ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, കുക്കിംഗ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഐ യൂസ് ടു ഡു വോയിസ് ഓവർ. അപ്പോൾ വോയിസ് ഓവർ കൊടുത്ത് ചെയ്യുന്ന റീൽസിന് നമ്മുടെ പഴയ ഫോൺ ഉപയോഗിച്ച് അധികം ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോസിനൊക്കെ നല്ല രീതിയിൽ റീച്ചായിട്ട് ഒരു 7,000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴാണ് ഞാൻ യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ട് ആലോചിക്കുന്നത്. ഇപ്പോൾ യൂട്യൂബിൽ ഞാൻ ഷോർട്സ് ഇട്ടാൽ വോയിസ് ഓവർ കൊടുത്തിടുന്ന ഷോർട്സിനെക്കാളും എനിക്ക് റീച്ച് പോകുന്നത് ഞാൻ പാട്ട് ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലും ഞാൻ പോയി പാട്ട് ആഡ് ചെയ്യും.
അപ്പോൾ അവിടെ എനിക്ക് റീച്ച് കുറയും. അവിടെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന റീൽസിനാണ് എനിക്ക് പൊതുവേ റീച്ച് കൂടുതൽ കിട്ടാറുള്ളത്, പാട്ടിടുന്നതിന് കുറവാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു വീഡിയോ എടുക്കുമ്പോൾ ഒരു ഷോർട്സ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് എന്തോരം തോട്ട് പ്രോസസ്സാണ് എൻ്റെ മൈൻഡിൽ കൂടെ പോകുന്നത് എന്ന്. ഞാനിത് അത് ചെയ്യണോ ഇത് ചെയ്യണോ. അപ്പോൾ ഞാൻ പോയി മെറ്റയോട് ചോദിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരുപാട് ചർച്ചയൊക്കെ നടത്തി കഴിയുമ്പോൾ മെറ്റ പറയും ജസ്റ്റ് ഫോളോ യുവർ ഹാർട്ട് എന്ന്. അവിടെയും ഞാൻ സ്റ്റക്കാവും. ബിക്കോസ് വാട്ട് മൈ ഹാർട്ട് ഇസ് സേയിങ് ഇസ് ചിലപ്പോൾ ദിസ് മൈറ്റ് നോട്ട് ബി മൈ കപ്പ് ഓഫ് ടീ. എനിക്കറിയത്തില്ല, ചിലപ്പോൾ ഇങ്ങനെ ഞാനിരുന്ന് ആലോചിക്കുമ്പോൾ വിചാരിക്കും ഞാൻ എൻ്റെ ടൈമിൽ ഒരുപാട് ഞാൻ കളയുന്നു എന്നൊക്കെ തോന്നും. പിന്നെ അന്നേരത്തേക്ക് എനിക്ക് അലൻ മുമ്പ് പറഞ്ഞൊരു ഡയലോഗ് ഓർമ്മ വരും. ഇഫ് യു ആർ ട്രയിങ് ടു ഇത് നീ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഡിസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മൈൻഡിൽ വെച്ചോണം, ഇതിൻ്റെ അകത്ത് എസ്പെഷ്യലി ഇതിൻ്റെ ഒരു റീച്ച് എന്നൊക്കെ പറയുന്നത് ദെയർ വിൽ ബി പെട്ടെന്നൊരു ഹൈപ്പ് ഉണ്ടാവും, ദെൻ യു മേ ഹിറ്റ് ദ റോക്ക് ബോട്ടം. അപ്പോൾ അവിടെ പോയിട്ട് സ്റ്റക്കാവുന്നൊരു മൊമെൻറ്റ് വരും. അപ്പോൾ അവിടെയാണ് പല ആൾക്കാരും ചാനൽ ഡിലീറ്റ് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു മൊമെൻ്റൊക്കെ എത്തുമ്പോഴത്തേക്ക് ഇഫ് യു ക്യാൻ സർവൈവ് ദാറ്റ്, നീ ഇത് പാഷനേറ്റ് ആയിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോയിക്കോന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കങ്ങനെ അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ ഉണ്ട്, ഇപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് തുടങ്ങുന്നു, എന്തുകൊണ്ട് എൻ്റെ ചാനൽ റീച്ച് ആവുന്നില്ല, വീഡിയോസ് റീച്ച് ആവുന്നില്ല എന്നൊക്കെ. അപ്പോൾ മതി പരാതിയും പരിഭവവും ഒക്കെ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഒരു 12 മണി വരെ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. ഞാൻ വേണ്ടാന്ന് വെച്ചിരുന്ന സാധനമാണ്. എനിവേ ഐ എം കീപ് ട്രൈയിങ് എന്നാണല്ലോ. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഹോപ്പ്ഫുള്ളി. അപ്പോൾ ഈ പരാതിയുടെയൊക്കെ ഇടയിൽ ബീഫും ചെറിയുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും മസാലകളും ഒക്കെ കയറിയിട്ടുണ്ട് ഗ്യാസ് സ്റ്റൗവിലേക്ക്. അതിന് ഹൈ ഫ്ലെയിമിലൊരു 4 വിസിലടിക്കണം, ലോ ഫ്ലെയിമിലൊരു 4 വിസിലടിക്കണം. അപ്പോൾ ബീഫ് നന്നായിട്ട് വേവും. സാലഡിനായിട്ട് ഞാൻ ഇരുന്ന ക്യാരറ്റും കുറച്ച് ലെറ്റസ് മോക്ഷം കാത്ത് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് അതിൻ്റെ അഴുകി തുടങ്ങിയ ഭാഗങ്ങളൊക്കെ കഴുകി കളഞ്ഞ് ക്യാരറ്റും അങ്ങനെ തന്നെ സ്ലൈസ് ചെയ്തെടുത്തിട്ട് കുറച്ച് ഉപ്പും നാരങ്ങാ നീരും ഒഴിച്ച് ഒരു സാലഡ് ഉണ്ടാക്കി. അപ്പോൾ ഇന്നിപ്പോൾ വേറെ പച്ചക്കറികളൊന്നും ചെയ്യണ്ട. എന്നിട്ട് ഇത് ഇറച്ചിക്കറി വെക്കാനായിട്ട് നമുക്ക് ഈ സവാള ഒരു ബ്രൗൺ കളർ ആവണം. കുക്കർ ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി. ഇനി ലോ ഫ്ലെയിമിൽ ഒരു വിസിലും കൂടെ അടിച്ചാൽ മതി. ആ ഒരു ടൈമിൽ എനിക്ക് സവാള വറുത്ത് വഴറ്റി ബ്രൗൺ കളർ ആക്കാമല്ലോ. നല്ല ബ്രൗൺ കളർ ആവുമ്പോൾ കറിക്ക് നല്ല കളർ വരും. കറി എന്ത് കറിയാണെങ്കിലും സവാളയുടെ നിറത്തിനനുസരിച്ച് കറിയുടെ കളറാവും കേട്ടോ. എന്നിട്ട് അതിലേക്ക് മുഴുവൻ മസാലകളായ പട്ടയും ഗ്രാമ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനിയും ഇത് നല്ലപോലെ ഇളക്കി നമുക്ക് കാത്തിരിക്കാം. ഈ ബിരിയാണിയുടെ പുറത്തൊക്കെ ഇടുന്ന അത്രയും ആയാൽ കറി നല്ല കാപ്പിപ്പൊടി ഒരു തീയലിൻ്റെ പരുവത്തിലൊക്കെ പോകും. അതിന് തൊട്ട് മുമ്പായിട്ട് നിർത്താം, ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത്. പൊടികളായിട്ട് ഞാൻ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല, മറ്റേ ബീഫിൽ ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഇത്തിരി കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല. വിനാഗിരിയും നമ്മൾ ഇറച്ചിയിൽ ചേർത്ത് കുഴച്ച് വേവിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് മൂത്ത് അതിൻ്റെ മൊത്തത്തിലുള്ള അതിൻ്റെ ഒരു കളറൊക്കെ എനിക്ക് വേണ്ട, എൻ്റെ മനസ്സിലുള്ള ഇറച്ചിക്കറിയുടെ കളറാകുമ്പോഴാണ് ഞാനതിൽ തക്കാളി ചേർക്കാറുള്ളത്. തക്കാളിയും ഇറച്ചിയും എല്ലാം കൂടെ പിന്നെ അടച്ചിരുന്ന് ഒന്ന് ഒരുമിച്ചങ്ങ് വെന്താലും മതി. അങ്ങനെ അതേ പൊടിയെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അപ്പോഴാണ് എനിക്ക് ഇത്തിരി മീറ്റ് മസാല ഇരുന്ന കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ അതും കൂടെ ഒരു സ്പൂണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അത് പക്ഷേ ചിക്കൻ മറന്നുപോയി. അത് ചേർത്തിട്ട് ഞാൻ ബീഫ് വിസിലടിച്ചതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ അങ്ങ് സ്റ്റീം കളഞ്ഞ് ഇങ്ങോട്ടേക്ക് എടുക്കാമെന്ന് കരുതി. ടൈമും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയുള്ളി പൊളിച്ച് വായി നോക്കിയിരുന്നപ്പോൾ കുറേ അധികം നേരം ഞാൻ വെളിയിലിരുന്നായിരുന്നു. അതിനുള്ളത് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒത്തിരി സമയം അങ്ങ് പോയി. ഒത്തിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് നോക്കിയാൽ ഇന്ന് ഞാൻ ലേറ്റ് ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ചടപടേന്ന് തീർക്കാനായിട്ട് ഈ ധൃതിയുടെ ഇടയിൽ ഞാൻ ആ മീറ്റ് മസാല ഇട്ടത് ഒന്ന് ചിക്കാനും മറന്നുപോയി. അങ്ങനെ അതും കുക്കറിൽ വെന്ത ഇറച്ചിയും കുക്കറിലുള്ള വെള്ളം തന്നെയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കറിയിൽ ചേർക്കാനുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ ഇത്തിരി മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വേവാൻ വെച്ചത്. അതിൻ്റെ അകത്തുള്ള ആ ഒരു വെള്ളമാണ് പിന്നെ എക്സ്ട്രാ ചേർത്തേക്കുന്നത്. കറിയിൽ ഇളക്കിയ സ്പൂൺ ഇപ്പോൾ കഴുകണ്ടല്ലോ, പിന്നെ ഇപ്പോൾ കഴിക്കാനായിട്ടും എടുക്കും. അതുകൊണ്ട് ആ സ്പൂൺ ഞാനൊരു പ്ലേറ്റിലാക്കി അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോഴത്തേക്ക് എനിക്കൊരു കൊറിയർ വരാനുണ്ടായിരുന്നു. DTDC വഴിയാണ് ആമസോൺ ഇപ്പോൾ ഒരു കൊറിയർ അയച്ചേക്കുന്നത്. അതിൻ്റെ കോളായിരുന്നു. ആ കുട്ടിക്ക് വഴി കറക്റ്റായിട്ട് അറിയത്തില്ല. അങ്ങനെ ഞാൻ കണ്ണമ്മൂനെ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടു. അവർ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. കൊറിയർ ഇങ്ങെത്തി.
ഇത് ആക്ച്വലി ഞാൻ എനിക്ക് സൈസ് തെറ്റിപ്പോയി. ഞാൻ ആ സാധനം ഞാനിപ്പോൾ അതിൻ്റെ റിട്ടേൺ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൈറ്റ് നോക്കുമ്പോൾ പക്ഷേ അത് കാണിക്കുന്നത് ഞാനത് അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യണം എന്നാണ് റീഫണ്ട് കിട്ടാനായിട്ട്. അതെന്താ അങ്ങനെ വന്നതെന്ന് അറിയത്തില്ല. ആമസോണിൽ ഓഫർ കണ്ടപ്പോൾ ഒരു വുഡൻ ബൗളായിരുന്നു കേട്ടോ. എൻ്റെ മനസ്സിൽ ഈ പഴംപൊരിയുടെ മാവ് കുഴയ്ക്കാനും മീൻ അരപ്പ് പുരട്ടാനും ഒക്കെ പറ്റുന്നത്ര വലിപ്പം അതിനുണ്ടായിരുന്നു. എൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ സൈസ് ചെക്ക് ചെയ്തില്ല. അങ്ങനെയാണ് ഞാനത് ഓർഡർ ചെയ്യുന്നത്. പക്ഷേ കണ്ണൻ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് മനസ്സിലായി സംഭവം ഒരു കിണ്ണിയുടെ അത്രയേ ഉള്ളൂ എന്ന്. റിട്ടേൺ എനിക്ക് തോന്നുന്നില്ല എന്നെ കൊണ്ട് പറ്റുമെന്ന്. കാരണം എനിക്കിനി അതിൻ്റെ പുറകെ പോകാൻ വയ്യ, എനിക്ക് മടിയാണ്. അപ്പോൾ ആമസോണിൻ്റെ എന്താണാവോ എനിക്ക് ഈ ഒരു കഴിഞ്ഞ മാസം ഞാൻ ഓർഡർ ചെയ്ത സംഭവങ്ങൾ മൊത്തവും എനിക്ക് പണിയാണ് തന്നിട്ടുള്ളത്. അതിനിടയിൽ ഈ ലഞ്ചിൻ്റെ കാര്യം കൂടെ അങ്ങ് പറഞ്ഞേക്കാം കേട്ടോ. ഇന്നലെ ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ പോയപ്പോൾ റീസ്റ്റോക്കിങ്ങിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിരുന്നു. പൊട്ടിപ്പാളീസായി, വലിയ റീച്ചൊന്നുമില്ല. ആ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു പാക്കറ്റ് ബ്രെഡ് മേടിച്ചിരുന്നു. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് വേറെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല, ബ്രെഡാണ് എടുത്തത്. കുക്കു സാറിന് ചോറും സാലഡും ഇറച്ചിക്കറിയും പിന്നെ കുറച്ച് മോര് കാച്ചിയത് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ ചൂടാക്കാൻ നിന്നില്ല, ചോറ് നല്ല ചൂടല്ലേ, അകത്തിരുന്ന് ചൂടായിക്കോളും. അതും കൂടെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പപ്പടവും കൂടെ വെച്ചു. അതൊക്കെ വെച്ച് സ്നാക്സിന് ബിസ്ക്കറ്റ്സും വെച്ച് ലഞ്ച് പാക്ക് ചെയ്തു. അപ്പോഴത്തേക്ക് ഒരുത്തൻ ചാളയും നെത്തോലിയും വാങ്ങിച്ചുകൊണ്ട് വന്നെന്ന് കേട്ടോ. മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അതിൻ്റെ അകത്ത് കിടക്കുന്നത് ചാളയും നെത്തോലിയാണ്. നമ്മളും അങ്ങനെ തന്നെ അങ്ങ് അഭിനയിക്കുക. അങ്ങനെ ഈ ഓർഡർ ചെയ്ത വുഡൻ ബൗള് ഞാൻ കാത്തിരുന്നിട്ട് അതിൻ്റെ ഷിപ്മെൻറ്റ് ഡിലേ എന്ന് കാണിച്ചു. പിന്നെ അത് കാണിച്ചു DTDC വഴി അയക്കുന്നുണ്ടെന്ന്. പിന്നെ ഈ DTDCന്ന് 8-ാം തീയതി എന്നെ വിളിച്ചിട്ട്, മാർച്ച് 8-ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പ്രോഡക്റ്റ് കൊണ്ടുവരാൻ സ്ഥലമൊക്കെ ചോദിച്ചു. അന്ന് വന്നില്ല. 9-ാം തീയതി ആയപ്പോൾ ഞാനത് പിന്നെ മറന്നു. 10-ാം തീയതി എനിക്ക് ഓർമ്മ വന്ന് ഞാൻ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ഡെലിവേർഡ് എന്ന് കിടക്കുന്നു. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ടിനെ, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ നിതീഷിനെ, അവൻ അവിടെ അടുത്താണ്, വളത്തുങ്ങലാണ് അവൻ താമസിക്കുന്നത്. അവൻ്റെ ഇവൻറ്റ് കമ്പനിയൊക്കെ അവിടെയാണ്, നവോദയ ഇവൻറ്റ്സ്. അവനെ ഞാൻ വിളിച്ചത് അന്വേഷിക്കുന്ന സമയത്ത് കറക്റ്റ് ഒരു സൺഡേ എങ്ങാണ്ടായിരുന്നു. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു സൺഡേ അവിടെ ഇല്ല, ഓഫാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ഡേ, ഒരു ദിവസം കൂടെ ഞാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സാധനം ഈ പറഞ്ഞ ഡേറ്റിലൊന്നും വന്നില്ല. പിന്നീട് അവർ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് രാവിലെ, അതായത് ഈ ദിവസം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദിവസം രാവിലെയാണ് കൊണ്ടുവന്നത്. എന്തായാലും കൊണ്ടുവന്നപ്പോൾ സാധനം ഒരു ചെറിയ സാധനം. ഇപ്പോൾ റിട്ടേൺ കൊടുത്തിട്ട് ഞാൻ സൈറ്റിൽ കയറി നോക്കുമ്പോൾ അത് കാണിക്കുന്നത് സെൻഡ് ദ പ്രോഡക്റ്റ് ടു ഇന്ന പേഴ്സൺ എന്ന് പറഞ്ഞു. ഇനി അത് ഇവിടെ ഇരിക്കട്ടെ, എന്തെങ്കിലും തീരുമാനം അവരെടുക്കട്ടെ, എന്നെ കൊണ്ട് വയ്യ ഇനി അതിൻ്റെ പുറകെ പോകാനായിട്ട്. ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് ആണ് ലഞ്ച് കഴിക്കുന്നത് ഇപ്പോൾ കേട്ടോ, ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ വന്ന പാടെ തന്നെ ഞാൻ ഒരു ലോഡ് ചോറൊക്കെ എടുത്ത് കഴിച്ചിട്ട് അങ്ങനെ പോയി കിടന്നുറങ്ങി. ഞാൻ ഉറങ്ങിയത് കുറച്ചധികം നേരം ഉറങ്ങിപ്പോയി. ആ വിൻഡോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സൺസെറ്റൊക്കെ കഴിഞ്ഞു. ഞാൻ എണീറ്റപ്പോഴേക്ക് അമ്മ ഒരു പൂജയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. നിലു ഇവിടെ കിടന്ന് ഉറങ്ങിയായിരുന്നു. എണീറ്റപ്പോൾ എനിക്ക് തോന്നുന്നു കുക്കു അവനുമായിട്ട് വെളിയിൽ നിന്ന് കളിച്ചപ്പോൾ അവനെ വില്യംസി വല്ലതും കൊണ്ടുപോയിട്ടുണ്ട്. സാധാരണ ഞാൻ സ്കൂളിൽ നിന്ന് വന്നാൽ ഞാൻ കിടന്നുറങ്ങി ഒരു മണിക്കൂറിനുള്ളിൽ നിലു എണീറ്റ് വന്ന് സുസുവൊക്കെ വെച്ച് നനഞ്ഞ് വന്ന് എന്നെ തട്ടി വിളിക്കുമ്പോഴായിരിക്കും ഞാൻ ഉണരുന്നത്. അപ്പോൾ നിലു ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നല്ല സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങി. അമ്മയ്ക്കൊരു പാട്ട് കുർബാന ഉണ്ടായിരുന്നു, ഒരു മരണപൂജയുടെ. അവിടുന്ന് ഇടിയപ്പവും കറിയുമാണ് അമ്മയ്ക്ക് കിട്ടിയത്. അതാണ് ഇവിടെ അലനും കുക്കും കൂടെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അലൻ അതെടുത്ത് വീതിച്ച് കഴിച്ചിട്ട് പിന്നെ ഇപ്പോൾ ബ്രെഡും കൂടെ എടുത്തിട്ടുണ്ട് ഇറച്ചിക്കറിയായിട്ട്. പഴംപൊരിയൊന്നും ഉണ്ടാക്കിയില്ലല്ലോ, ഞാൻ നല്ല ഉറക്കമായിരുന്നല്ലോ. ഞാൻ എണീറ്റ് വന്നപ്പോൾ എന്തായാലും എനിക്കുള്ള കട്ടൻ ചായ അവിടെ ഉണ്ട്, ഇവർ കഴിച്ചുകൊണ്ടും ഇരിക്കുന്നു. അങ്ങനെ കുക്കു ഇപ്പോൾ നോമ്പായതുകൊണ്ട് നമ്മൾ ഈ പൂജകൾക്കൊക്കെ വെജിറ്റബിൾ കറിയാണ് കേട്ടോ കൊടുക്കുന്നത്. പൊട്ടറ്റോയും ഗ്രീൻ പീസും ഒക്കെ കുറച്ചധികം വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ആ പ്ലേറ്റിൽ നിന്ന് വാരി കഴിച്ചത്. എന്നിട്ട് ഞാൻ എൻ്റെ കട്ടൻ ചായയും കുടിച്ചു. ഞങ്ങളൊരു സിനിമ കാണാനായിട്ട് ഇരുന്നപ്പോഴേക്ക് പുറത്ത് ക്യാരം ബോർഡ് കളിക്കാർ വിളി തുടങ്ങി. ആലനും ഫ്രണ്ട്സും ഒക്കെ ഇപ്പോൾ അവിടെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ ക്യാരംസ് കളിക്കും. ബോർഡൊക്കെ ഇവിടെയാണ് ഇരിക്കുന്നത്. അങ്ങനെ അതേ സിനിമയും നിർത്തി ആൾ പോയി. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് കാണാനായിട്ട് ഒരു മൂഡില്ലായിരുന്നതുകൊണ്ട് നാരായണിയുടെ 3 ആൺമക്കളായിരുന്നു ഇട്ടത്. സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞാനും അതും നിർത്തിയിട്ട് ഞാൻ പോയി എൻ്റെ എഡിറ്റിംഗ് പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങിരുന്നു. ഇപ്പോൾ കാണുന്ന ഫ്രെയിമിൻ്റെ ആദ്യം അങ്ങോട്ടേക്ക് നടന്നു പോയത് അമ്മയും നിലുവും കുക്കുമാണ് വില്യംസിൻ്റെ വീട്ടിലേക്ക്. എൻ്റെ എഡിറ്റിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ തിരിച്ചെത്തി. കുക്കു സാറിനെ കുളിച്ചിട്ട് ഞാൻ പഠിക്കാനായിട്ടിരുത്തി. ഞാനിപ്പോൾ നാളത്തേക്ക് എന്ത് ചെയ്യണം എന്നറിയാനായിട്ട് ഫ്രിഡ്ജിൽ പോയി മീനൊക്കെ എടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്കൊരു കോളും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീനൊക്കെ എടുത്ത് വെളിയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാനും അമ്മയും കൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ് നാളെ എന്ത് മീൻ കറി വെക്കാം, ഏത് പൊരിക്കാമെന്നൊക്കെ. മാർച്ച് 17 തൊട്ടാണ് കുക്കുവിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവനുമായിട്ട് പഠിപ്പിക്കാനായിട്ട് ഇരുന്നതുകൊണ്ട് അമ്മ മീൻ കറി വെക്കാമെന്ന് പറഞ്ഞു. മീൻ വറുക്കാനായിട്ടുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാരിനേറ്റ് ചെയ്ത് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ രാവിലെ വെജിറ്റബിൾ മാത്രം ആക്കിയാൽ മതിയല്ലോ. അങ്ങനെ അപ്പൻ്റെ അടുത്ത് ഇതിൻ്റെ അകത്ത് ഊരിപ്പോകാനുള്ള വഴി അന്വേഷിക്കുകയാണ് കേട്ടോ. പക്ഷേ എക്സാമൊക്കെ അല്ലേ, ഞാൻ വിടുമോ?
പഠനം ഒരുപാട് നീണ്ടു പോകുന്നു എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് നാളത്തേക്ക് കുറച്ച് മുരിങ്ങയില തോരൻ വെക്കാനായിട്ട്, മുരിങ്ങക്കോല് തോരൻ വെക്കാനായിട്ടുള്ളത് ഞാൻ ക്ലീൻ ചെയ്യുവാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അമ്മ കമൻറ്റ് സെക്ഷനിൽ ഇങ്ങനെ ഒരാൾ ചോദിച്ചു നിലുവിൻ്റെ നിമ്മല ഇതൊക്കെ കഴിക്കുമെന്ന്. അപ്പം ഇതൊക്കെ അവർക്ക് എങ്ങനെ അറിയാമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് വീഡിയോ കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയും ബിരിയാണി ഒന്നും അമ്മ കഴിക്കത്തില്ല എന്നുള്ളത് ഞാൻ പറയും, അത് വെച്ചിട്ട് ചോദിച്ചതാണ്. അങ്ങനെ അത് കേട്ടിട്ട് ആളിച്ചിരി പുളകിതേക്ക് ആയി കേട്ടോ. ബൈ ദ വേ ഡിന്നറിന് ഞാൻ പൂരി ഉണ്ടാക്കാൻ പോവാണ്. ഈ ഒരു ബക്കറ്റ് നിറച്ച് ഗോതമ്പ് മാവ് അമ്മയുടെ കാർഡ് വെച്ചിട്ട്, അമ്മയ്ക്ക് റേഷൻ കാർഡുണ്ട്, ഞങ്ങൾക്കൊരു കാർഡും ഇല്ല, റേഷൻ കാർഡും ഇല്ല, കുടുംബ കാർഡും ഇല്ല, ഒന്നുമില്ല. ആ കാർഡ് വെച്ചിട്ട് കിട്ടിയ ഗോതമ്പ് അമ്മ പൊടിപ്പിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത് വെച്ച് അതിങ്ങനെ ഇരിക്കുമല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു പൂരി ഉണ്ടാക്കാമെന്ന്. പിന്നെ അതുപോലെ കുറേ നാളായി ഞാൻ പൂരി ഉണ്ടാക്കിയിട്ട് കൈ പൊള്ളിയതിന് ശേഷം എനിക്ക് ഇച്ചിരി പേടി പോലെ. പിന്നെ വിചാരിച്ചു ഇന്നിപ്പോൾ ഇറച്ചിക്കറിയൊക്കെ ബാക്കിയിരിക്കുന്നു, അപ്പോൾ എന്തായാലും ലാവിഷ് ആയിക്കോട്ടെ. വൈകുന്നേരം പാവങ്ങൾക്ക് പഴംപൊരി ഒന്നും ചെയ്ത് കൊടുത്തില്ലല്ലോ. ട്രീസ പറയുന്ന പോലെ പഴംപൊരി ശാപം, ഇന്നും അങ്ങനെ പഴംപൊരി ഉണ്ടാക്കാൻ പറ്റിയില്ല. 2 കപ്പ് നിറയെ പൊടിപ്പിച്ച ഗോതമ്പും 1 കപ്പ് മൈദയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു. പൂരിക്ക് കുഴയ്ക്കുമ്പോൾ ഞാൻ ചപ്പാത്തിക്ക് ചെയ്യുന്ന പോലെ അങ്ങനെ സോഫ്റ്റ് ആക്കാറില്ല കേട്ടോ, നല്ല കട്ടിക്ക് മാവെടുത്താണ് കുഴയ്ക്കാറുള്ളത്. അധികം സോഫ്റ്റ് ആക്കത്തില്ല മാവ്, അപ്പോൾ നല്ല രീതിക്ക് പൊങ്ങി വരും. പിന്നെ ആ പാക്കറ്റ് അത് ഇന്നലെ റീഫില്ല് ചെയ്ത നമ്മുടെ സൺഫ്ലവർ ഓയിലിൻ്റെ കവറാണ്. അത് ഞാനൊരു ഡബ്ബയ്ക്കകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കും. അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണയും അങ്ങനെ ചെയ്ത് വെച്ചിരിക്കും. എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും വറുക്കാനുള്ളപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് തുടച്ചെടുക്കും. ഇപ്പോൾ എനിക്ക് ഈ സെറ്റ് പൂരി മുഴുവൻ പരത്താനുള്ള എണ്ണ ആ ഒരു പാക്കറ്റിൽ നിന്ന് തന്നെ കിട്ടി. ഓരോ ഉരുള എടുത്തിട്ട് പാക്കറ്റിൻ്റെ അകത്തിട്ട് ഉരുട്ടി അങ്ങനെ പരത്തിയെടുക്കും. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ പൂരി ചെയ്തെടുക്കുന്നത്. പൂരിക്കായിട്ടുള്ള പാൻ വെച്ചു, കടായി വെച്ചു, അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. പൂരി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ആളെ അങ്ങ് സോഫ്റ്റ് ആക്കരുത്, നല്ല കട്ടിക്കിരിക്കണം. ഇച്ചിരി ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് നല്ലത്, പക്ഷേ കുഴയണം എന്ന് വെച്ച് ഒത്തിരി ഡ്രൈ ആവുകയും ചെയ്യരുത്. മൈദ ചേർക്കുമ്പോഴത്തേക്ക് നിറത്തിൽ ഒരിത്തിരി ഭംഗി വരും, ഇത്തിരി കൂടെ ലൈറ്റ് കളറായിട്ടിരിക്കും. എനിക്കതാ ഇഷ്ടം. ഞാൻ തന്നെ ഇതിന് പേരിട്ടിരിക്കുന്നത് സുന്ദരി പൂരി എന്നാണ്, മൈദ ചേർക്കുന്നതിന്. മറ്റേത് പൂരിയാണ്, അത് എനിക്ക് വട്ടാണെന്ന് തോന്നും, അത് ആൺപൂരി, ഇത് പെൺപൂരി. കാസറോളിൽ വെച്ച് അമർത്തി കഴിഞ്ഞാൽ പൂരി ഇങ്ങനെ ചൊട്ടിപ്പോവും. അതുകൊണ്ട് ഞാൻ ഈ ഊട്ടപാത്രത്തിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. നിലു വന്നു, അപ്പോൾ ഇത് പപ്പടമാണെന്നും പറഞ്ഞിട്ട് ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ട് പോയി. പുറകെ കുക്കു സാറ് വന്നു, എനിക്ക് പൂരിയും പഞ്ചസാരയും മതിയെന്നും പറഞ്ഞിട്ട്. അങ്ങനെ അവൻ പഞ്ചസാര കൊണ്ടുപോയെന്ന് കണ്ടിട്ട് വേറൊരുത്തൻ ഇങ്ങോട്ടേക്ക് വന്നു. എന്താ വേണം? പപ്പടമാണെന്നും പറഞ്ഞാണല്ലോ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. അപ്പോൾ കുക്കു സാർ അവിടെ നിന്ന് ഷുഗർ മുക്കി തിന്നുന്ന കണ്ടിട്ട് പഞ്ചസാരയ്ക്ക് വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ അവനുള്ള പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്ത് അവനെയും പറഞ്ഞു വിട്ടു. അമ്മമ്മയും ചെറുമക്കളും കൂടെ അവിടെ കാത്തു കണ്ടുകൊണ്ടിരിക്കുക, വളരെ സീരിയസ് ആയിട്ടിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിനിടയിൽ കുക്കു പറയുന്നുണ്ടായിരുന്നു, എൻ്റെ പ്ലേറ്റിലെ ഷുഗർ അവരെ കാണിക്കരുത്, എല്ലാവരും പറയും ഞാൻ ഒരുപാട് ഷുഗർ തിന്നുന്നു. സത്യം അതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്താ അവർ പറയട്ടെ, നീ അത്ര എടുത്തിട്ടല്ലേ എന്ന്. അപ്പോൾ പറയില്ല അമ്മമ്മ, ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് അത് നീട്ടി വിരിച്ചിട്ടിരിക്കുന്നത് കൊണ്ടായത്, ഇത്തിരി ഷുഗറേ ഉള്ളൂ എന്ന്. ഞങ്ങൾ പൂരിയും ഇറച്ചിക്കറിയൊക്കെ ആയിട്ട് തന്നെയാണ് കഴിച്ചത്. കഴിക്കാനായിട്ട് ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ കാർട്ടൂൺ മാറ്റിയിട്ട് ന്യൂസ് വെച്ചു. ന്യൂസും കണ്ടുകൊണ്ടിരുന്നിട്ടാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചത്. ടി വിയുടെ 2 റിമോട്ടും പപ്പയുടേതാണ് കേട്ടോ. അത് ഞാൻ എടുത്ത് വെച്ചാലും കുക്കു എടുത്ത് വെച്ചാലും തിരിച്ചെടുത്തുകൊണ്ട് പോയി ഇതുപോലെ അലനെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ അവൻ കയ്യിൽ പിടിച്ചിരിക്കും. പപ്പയുടെ റിമോട്ട് മമ്മ എടുത്തെന്നും പറഞ്ഞാൽ തിരിച്ചു കൊണ്ട് കൊടുത്തത്. ടി വി ഓഫ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരുത്തനവിടെ സ്റ്റക്കായിപ്പോയി ടോയ് ബാസ്ക്കറ്റിൻ്റെ ഇടയിൽ. അപ്പുറത്ത് നിന്ന് അലൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അത് നീക്കിക്കോ എന്നിട്ട് ഇറങ്ങി വാന്നൊക്കെ. അങ്ങനെ നീക്കി തള്ളിയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇയാൾ വലുതാകുമ്പോൾ ഡോക്ടറാവുമെന്ന് കേട്ടോ. ഇപ്പോൾ ഷേളി ചേച്ചി പഠിപ്പിച്ചതാണെന്ന് തോന്നുന്നു, ഇപ്പോൾ അതാ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. വലുതാകുമ്പോൾ ആരാവുമെന്ന് ചോദിച്ചാൽ ഉടനെ പറയും ഡോക്ടറാവുമെന്ന്. എന്തായാലും കുടുങ്ങിക്കിടന്ന ഡോക്ടർ, പാമ്പേഴ്സ് ഇട്ട ഡോക്ടർ വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുക്കു സാറിൻ്റെ വക ഒരു ഫാഷൻ പരേഡ് ഉണ്ടായിരുന്നു, അതിനായിട്ട് നടിയെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതെന്താവുമോ എന്തോ, ഒരു നേരം ആവും ഇവിടെ എല്ലാവരും ഉറങ്ങാനായിട്ട്. അലൻ വന്നു കഴിയുമ്പോൾ 2 പേരും ഓണാവും, ഇങ്ങനെ താങ്ങി തൂങ്ങി ഉറങ്ങാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പനെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ചാടിത്തുള്ളി ഇതുപോലെ ഓണാവും. പിന്നെ ഫാഷൻ പരേഡും ഡിസ്കോ ഡാൻസും അല്ലാത്ത ഡാൻസും ഒക്കെയാണ്. വീഡിയോ ഇടണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് വന്ന് വോയിസ് ഓവറൊക്കെ കൊടുത്തെങ്കിലും ഐ ജസ്റ്റ് ഫീൽ ഗുഡ് നൗ. ഞാൻ ആരുടെ ഇരുന്ന് വർത്താനം പറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ജെനുവിൻ സപ്പോർട്ട്. അടുത്ത വീഡിയോയിൽ കാണാം.